Hello friends, നമുക്ക് സ്റ്റോർ പ്രൊസീജിയറിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് പാരാമീറ്റർ സെറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊസീജിയറിൽ എങ്ങനെയാണ് പാരാമീറ്റേഴ്സ് ചെയ്യാൻ പറ്റും. അത് ഇൻപുട്ട് പാരാമീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സും സെറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഒരു പ്രൊസീജിയറിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് പാരാമീറ്ററിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമ്മുടെ ഡാറ്റാബേസിൽ രണ്ട് ടേബിൾ ഉണ്ട്, ഒന്ന് കൺട്രി, ഒന്ന് കസ്റ്റമർ. ഓക്കെ, അപ്പോൾ കൺട്രി പ്രൈമറി കീ ആണ്, കസ്റ്റമറിൽ കൺട്രി ഐ ഡി ഫോറിൻ കീ ആണ്. ഓക്കെ, അപ്പോൾ എനിക്കെന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ കസ്റ്റമർ ഐ ഡി പ്രൊസീജിയറിലേക്ക് പാസ് ചെയ്തിട്ട് ഈ കൺട്രിയുടെ ഏതാണ് കൺട്രി എന്ന് നമുക്ക് റിട്ടേൺ ചെയ്യണം, കൺട്രിയുടെ നെയിം റിട്ടേൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് പാരാമീറ്റർ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് പ്രൊസീജിയർ, ഗെറ്റ് കസ്റ്റമർ നെയിം, നമ്മളെന്താ പാസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കൺട്രിയുടെ ഐ ഡി ആണ്. ഓക്കെ, കൺട്രി ഐ ഡി ഇൻപുട്ടായിട്ട് നമ്മൾ പാസ് ചെയ്തു. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടത് കൺട്രി നെയിമാണ്. ഓക്കെ, വാൾക്കാർ ഓഫ് 100. ഡാറ്റ ടൈപ്പ് ലെങ്ത് കൊടുക്കും. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട്. ഓക്കെ, പ്രസ് ചെയ്യാം. ആസ് നമ്മളതിൻ്റെ ബിഗിൻ എൻഡ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ബിഗിൻ എൻഡ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്താ വേണ്ടത്, ഇതിൽ ഏതാണ് കൺട്രി എന്ന് അറിയണം അല്ലേ. അപ്പോൾ അതിന് ഈ കൺട്രി ഒന്ന് പാസ് ചെയ്താൽ, കൺട്രി കസ്റ്റമർ ഐ ഡി ഒന്ന് പാസ് ചെയ്താൽ എനിക്ക് കൺട്രി ഒന്നാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് അതിനൊരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഡിക്ലെയർ കൺട്രി ഐ ഡി ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് ആ കൺട്രി ഐ ഡിയിലേക്ക് കസ്റ്റമർ ഐ ഡി 1 ആയിട്ടുള്ള റെക്കോർഡിന്റെ കൺട്രി ഐ ഡി നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം, സെലക്ട് കുറി ഉപയോഗിക്കാം. സെലക്ട് ഫ്രം കസ്റ്റമർ വേർ എന്താ പാസ് ചെയ്യേണ്ട, കൺട്രി ഐ ഡി അല്ലേ. കൺട്രി ഐ ഡി, കൺട്രി ഐ ഡി കസ്റ്റമർ ഐ ഡി is equal to at കസ്റ്റമർ ഐ ഡി. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കസ്റ്റമർ ഐ ഡി നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 പറഞ്ഞു കൊടുത്താൽ ഇവിടെ 1 വരും. ഇവിടെ 2 പറഞ്ഞാൽ കസ്റ്റമർ ഐ ഡി ഇവിടെ ചെക്ക് ചെയ്യാം, രണ്ടാമത്തെ കൺട്രി കസ്റ്റമർ ഐ ഡി. ഓക്കെ, എന്നിട്ട് അതിന്റെ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെക്കണം, ഈ കൺട്രി ഐ ഡിയിലേക്ക് എടുത്ത് വെക്കുക. ഓക്കെ, സെലക്ട് കൺട്രി ഐ ഡി ഈസ് ഈക്വൽ ടു at country ID is equal to country ID. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കൺട്രി ഐ ഡി വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുള്ള കസ്റ്റമർ ഐ ഡി വെച്ചിട്ടുള്ള അതിന്റെ കൺട്രി ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് ഈ വേരിയബിളിൽ കിട്ടുമ്പോൾ. ഓക്കെ, ഇനി നമ്മുടെ കൺട്രിയുടെ നെയിം കിടക്കുന്നത് കൺട്രി എന്ന ടേബിളിലാണ്. ഓക്കെ,
അപ്പോൾ നമുക്കത് എടുക്കാം. ഓക്കെ, ഇത് ജോയിൻ വെച്ചിട്ടൊക്കെ ചെയ്യാം, പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സെലക്ട് ഫ്രം കൺട്രി, country ID is equal to നമുക്ക് ഇപ്പോൾ ഈ കസ്റ്റമറിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൺട്രിയിലേക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, കൺട്രി. അപ്പോൾ നമുക്ക് ഈ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഔട്ട്പുട്ട് വാല്യൂയിലേക്ക് നമുക്ക് കൊടുത്തു. നെയിം ഈസ് ഈക്വൽ ടു നെയിം വരാം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റത്തെ ക്വറിയിലൂടെ നമുക്ക് ഏതാ കൺട്രി കിട്ടും, ആ കൺട്രിയുടെ വാല്യൂ നമ്മൾ കൺട്രി ടേബിളിലേക്ക് പാസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ നെയിം കിട്ടും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊസീജിയർ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. പ്രൊസീജിയർ എക്സിക്യൂട്ട് ആയി. ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂ എങ്ങനെ വിളിക്കാം. അപ്പോൾ പ്രൊസീജിയർ കോപ്പി ചെയ്യാം, എക്സിക്യൂട്ട് കോമ 1, പിന്നുള്ളത് ഔട്ട്പുട്ട് വാല്യൂ ആണ്, അതായത് കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വാല്യൂബിളൂടെ ഡിക്ലെയർ ചെയ്യണം. ഇതേ ടൈപ്പ്, നമുക്ക് ഏത് ടൈപ്പാണ് റിട്ടേൺ ചെയ്യേണ്ടത് അതേ ടൈപ്പിലുള്ള ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്യാം. ഡിക്ലെയർ അറ്റ് country name. Okay, worker of 100 കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ആ വാല്യൂബിൾ പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഔട്ട്പുട്ട് നോക്കും. ഓക്കെ, ഇനി ഈ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടണം. അതിനെന്ത് ചെയ്യും, നമുക്ക് സെലക്ട് കമാൻഡ് ഉപയോഗിക്കാം. സെലക്ട് കൺട്രി. ഓക്കെ, ജസ്റ്റ് മൂന്നും കൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്കുള്ള വാല്യൂ, അതായത് നമ്മൾ പാസ് ചെയ്ത നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട ഇത് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. സോറി, ഇവിടെ ബ്രേക്ക് പോകണം. ഓക്കെ, സോറി. ഇപ്പോൾ കണ്ടോ, നമുക്ക് വാല്യൂ ഇന്ത്യ ആണ് കിട്ടി. അതൊന്ന് നോക്കി നോക്കാം. കസ്റ്റമർ 1ന്റെ വാല്യൂ ഇന്ത്യയാണ്. ഒന്ന് റെഫർ ചെയ്യുന്നത് കൺട്രി ID 1 ആണ്. ഓക്കെ, 1 ആണ്. ഇനി നമുക്ക് കസ്റ്റമർ ID 2ന്റെ നോക്കി നോക്കാം. ഇവിടെ 2 നോക്കി കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട്. കണ്ടോ, ശ്രീലങ്ക, സെക്കൻഡ് കൺട്രി ശ്രീലങ്ക കിട്ടി. അങ്ങനെയാണ് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താ നമുക്ക് പറയേണ്ടത് വെച്ചാൽ, ഇത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ കീവേഡ് വെച്ച് കൊടുക്കണം. ഇത് വേണ്ട വാല്യൂസ് നമുക്ക് ക്വറി യൂസർ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയിട്ട് അത് നമുക്ക് ഇതിലേക്ക് പാസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് കോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാൻ കഴിയും.
അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ്. ഇപ്പോൾ ഈ പ്രൊസീജിയർ ഓക്കെ, പ്രൊസീജിയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രോഗ്രാം എഡിറ്റിൽ പോയിട്ട് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. ആ പ്രൊസീജിയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ കൊറി വെച്ചിട്ട് നമുക്ക് ഇത് എടുക്കണം വെച്ചാൽ SP_help. നമ്മൾ ടേബിൾ എടുക്കുന്നത് SP_help വെച്ചിട്ടാണ്. SP_help ടെക്സ്റ്റ് വെച്ചാൽ കണ്ടോ ആ പ്രൊസീജിയർ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. കണ്ടോ, അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് SP_help ടെക്സ്റ്റ്. ഓക്കെ, ഇനി ഈ പ്രൊസീജിയർ ഓർഡിനറി നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ അടിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെ SP_help അടിച്ചാലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പ്രൊസീജിയറിൽ പോയിട്ട് ആൾട്ടർ ചെയ്യാം. ആൾട്ടർ പ്രൊസീജിയർ വിത്ത് എൻക്രിപ്ഷൻ പറയും. ഓക്കെ, ഞാൻ ഈ പ്രൊസീജിയർ പോയിട്ടൊന്ന് ആൾട്ടർ ചെയ്യാം. പ്രൊസീജിയർ ആൾട്ടർ ആയി. അതായത് എന്താ നമുക്ക് നോക്കിയാൽ ജസ്റ്റ് പ്രൊസീജിയറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, 200 ലോക്ക് സൈൻ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ പോയിട്ട് ഇതിലൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മോഡിഫൈ ഒക്കെ ആക്റ്റീവ് ആവും. സ്ക്രിപ്റ്റ് അടിച്ചിട്ട് നമ്മൾ പ്രൊസീജിയർ ഒന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ എറർ കാണിക്കും, എടുക്കാൻ കഴിയില്ല. ഓക്കെ, അതേപോലെ നമ്മൾ SP_help വെച്ചിട്ട് നമ്മൾ കസ്റ്റമർ എടുക്കാൻ നോക്കുകയാണ്, പ്രൊസീജിയർ എടുക്കാൻ നോക്കുകയാണെന്ന് വെച്ചാൽ കിട്ടില്ല. ഓക്കെ, എൻക്രിപ്റ്റഡ് ആണ്. കാരണം ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് സെർവറിൽ നമുക്ക് എൻക്രിപ്റ്റഡ് അല്ലാത്ത പ്രൊസീജിയർ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിത് പ്രൊഡക്ഷൻ്റെ ഒക്കെ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാം. എൻക്രിപ്ഷൻ ഒഴിവാക്കണം വെച്ചാൽ നമ്മളിതിൽ ഒഴിവാക്കിയാൽ മതി. എൻക്രിപ്ഷൻ ഒഴിവാക്കിയാൽ മതി. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, വീണ്ടും നമുക്ക് അതിൻ്റെ കണ്ടൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. SP_help അടിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു ഗൈസ്.